ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. രണ്ടാം ടെസ്റ്റ് മത്സരത്തിലെ തോൽവിക്ക് ശേഷം ഇന്ത്യൻ ടീമും അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റനും വലിയ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇത്രയും വലിയ വിമർശനങ്ങൾ രോഹിത് ശർമ്മ ഏറ്റുവാങ്ങേണ്ടതുണ്ടോ? നമുക്കതൊന്ന് നോക്കാം. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ആൻഡ് നിങ്ങൾ അതിനുശേഷം കമൻറ്റ് ബോക്സിൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയാം. സോ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ യാതൊരു പ്രതീക്ഷയില്ലാതിരിക്കുമ്പോൾ ബൂമ്ര എന്ന ക്യാപ്റ്റന്റെ അണ്ടറിൽ ഇന്ത്യ ആദ്യ ടെസ്റ്റ് മത്സരം നല്ല രീതിയിൽ വിജയിക്കുന്നു. രണ്ടാം ടെസ്റ്റിലേക്ക് വന്നപ്പോൾ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ കളിക്കാൻ സാധിക്കാതെ പരിക്ക് മൂലം പുറത്തായ ഗില്ല് വരുന്നു. അതോടൊപ്പം തന്നെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഉണ്ടായിരുന്നില്ലാത്ത ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയും വരുന്നു. ക്യാപ്റ്റൻ എന്ന രോഹിത് ശർമ്മയുടെ അണ്ടറിൽ ഇന്ത്യൻ ടീം കളിക്കാൻ ഇറങ്ങുന്നു. രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ മൂന്നാം ദിനത്തിൽ കളി അവസാനിക്കുന്നു. ഇന്ത്യ തോൽക്കുന്നു. ഓഫ് കോഴ്സ് വിമർശനങ്ങൾ രോഹിത് ശർമ്മയുടെ തലയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് സൈഡിലെ പ്രശ്നങ്ങളാണ് ഇന്ത്യയെ തുരത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. എന്നാൽ അതല്ല. ബോളിംഗ് സൈഡിലും വലിയ പ്രതിസന്ധി ഇന്ത്യൻ ടീം നേരിടുന്നുണ്ട്. ബൂമ്ര ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് എതിർ ടീമിന് ത്രെറ്റ് ഉണ്ടാക്കുന്ന ഒരൊറ്റ ബോളർമാർ പോലും ഇന്ത്യൻ സൈഡിൽ ഇല്ല എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടൊരു കാര്യമാണ്. ഒരു സൈഡിൽ നിന്നും ബൂമ്ര നന്നായിട്ട് സ്പെല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ നിന്നും റൺസ് ലീക്ക് ചെയ്യുന്ന ബോളർമാരാണ് നിലവിൽ നമുക്കുള്ളത്. ബോള് ഒന്ന് ആൾ ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈനും ലെങ്തും ഇല്ലാതെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സിറാജും അതോടൊപ്പം തന്നെ വൈറ്റ് ബോൾ ലെങ്തിൽ ബോൾ വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹർഷിത് റാണയും നല്ല രീതിയിൽ എക്കോണമി മണ്ടയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ റൺസ് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബൂമറെ സംബന്ധിച്ച് കോൺഫിഡൻസ് നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇഞ്ചുറി കൺസേണുകളുള്ള ബൂമറയ്ക്ക് ഒരുപാട് ഓവറുകൾ കൊടുക്കാനും രോഹിത് ശർമ്മയെ കൊണ്ട് സാധിക്കില്ല. ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ടീം ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലെ പെർഫോമൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് തോന്നിച്ചിട്ടുള്ള ആദ്യ മത്സരത്തിലും രണ്ടാം മത്സരത്തിലും നോക്കിക്കഴിഞ്ഞാൽ നിതീഷ് കുമാർ റെഡ്ഡി എന്ന താരമാണ്. എന്തായാലും ബോളിംഗ് സൈഡിൽ താരം കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് അർഹിക്കുന്നുണ്ട്. അതെന്തായാലും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കാരണം ഏജ് അത്രേ ഉള്ളൂ. ആൻഡ് ദ തിങ് ഈസ് നമുക്ക് ബോളിംഗ് സൈഡിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ബോളർമാർ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ആദ്യത്തെ മത്സരത്തിൽ നിന്നും വിപരീതമായി രണ്ടാം മത്സരത്തിലേക്ക് വന്നപ്പോൾ ഓപ്പണിംഗ് സൈഡ് അതുപോലെ തന്നെ നിലനിന്നു. എന്നാൽ ബാറ്റിംഗ് ഓർഡർ മിഡ് സൈഡിലേക്ക് വന്നപ്പോൾ ഷഫ്ലിംഗ് ആവശ്യമായി വന്നത് ശരിക്കും തിരിച്ചടിയായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തിരിച്ചടിയേക്കാൾ ഉപരി ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇന്നിംഗ്സുകൾ പിറന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ കൂടി ട്രാവിസ് ഹെഡിന്റെ ഇന്നിംഗ്സ് ആയിരുന്നു ഇന്ത്യക്ക് തിരിച്ചടിയായിട്ടുണ്ടായിരുന്നത്. അവിടെ വിക്കറ്റ് എടുക്കാൻ ഇന്ത്യ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. അത് തന്നെയാണ് പറഞ്ഞത്. ഒരു സൈഡിൽ നിന്ന് ബൂമറ വരുന്നു, മറ്റൊരു സൈഡിൽ റൺസ് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് സീരീസിലും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഫീൽഡിംഗ് പൊസിഷൻ മേക്ക് ചെയ്യുന്നതിലെ ബുദ്ധിമുട്ടുകൾ. താരം ഒട്ടും അഗ്രസീവ് ആയിട്ടുള്ള ഫീൽഡ് പ്ലേസ്മെന്റ് അല്ല നിലനിർത്തുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കമന്ററി ബോക്സിൽ കമന്റേറ്റേഴ്സ് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ മത്സരത്തിലെയും രണ്ടാം മത്സരത്തിലെയും ഫീൽഡ് പ്ലേസ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. കാരണം ഒരു സൈഡിൽ നിന്ന് സ്ട്രൈക്ക് ചുമ്മാ സിംഗിൾസ് ഇട്ട് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈസി ആയിട്ട് സിംഗിൾസ് പോവുകയാണ്. ബൗണ്ടറീസ് സേവ് ചെയ്യാനാണ് അവിടെ കൂടുതൽ ശ്രമിക്കുന്നത്. അത് വലിയ തിരിച്ചടി തന്നെയാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് 7th ഡൗൺ ഒക്കെ വരുന്ന ബാറ്റ്സ്മാൻമാർക്കും ഒട്ടും അഗ്രസീവ് ആയിട്ടുള്ള ഫീൽഡ് പ്ലേസ്മെന്റ് ഇടാതെ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഇവിടെ എന്തായാലും മൂന്നാം ടെസ്റ്റ് ഇന്ത്യയെ സംബന്ധിച്ചും രോഹിത് ശർമ്മയെ സംബന്ധിച്ചും വളരെയധികം നിർണായകമാണ്. പിന്നെ ടെസ്റ്റിലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രോഹിത്തിന്റെ പെർഫോമൻസും ആൾക്കാർ ഇങ്ങനെ നോട്ടീസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗൺഫാൾ ഉണ്ടാവും. അവിടുന്ന് തിരിച്ച് കയറി വരിക എന്നുള്ളത് ഒട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ കയറി വരാൻ ഇന്ത്യൻ ടീമിനും രോഹിതിനും സാധിക്കട്ടെ എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഒരുപാട് വിമർശനങ്ങൾ കൊണ്ട് യാതൊരു കാര്യമില്ല. അത് ആളുടെ കോൺഫിഡൻസ് ശരിക്കും തകർത്ത് കളയാണ്. ദേ ആർ പ്ലേയിങ് ഫോർ ഇന്ത്യ. അതുകൊണ്ട് നമ്മൾ ചിറപ്പ് ചെയ്യുക, ഒരു മത്സരത്തിൽ തോൽവി കണക്കാക്കാതിരിക്കുക. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു സീരീസ് ഭയങ്കര നിർണായകമായിരുന്നു. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇനി ഇന്ത്യയെ സംബന്ധിച്ച് അത്ര ഈസി ആയിട്ടൊരു കാര്യമല്ല. സൗത്ത് ആഫ്രിക്ക ടോപ്പിൽ വന്നിട്ടുണ്ട്. ഓൾറെഡി സീരീസ് നമ്മുടെ ടൈ ആയി നിൽക്കുകയാണ്. ഇനിയുള്ള 3 മത്സരങ്ങൾ ഏറെ നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പോൾ ഫോമിലേക്ക് വരാൻ താരങ്ങൾക്ക് സാധിക്കുമോ ഇല്ലെന്ന് കാത്തിരുന്ന് കാണാം. പിന്നെ ബാറ്റിംഗ് സൈഡിലെ പെർഫോമൻസ് നല്ലതായിരുന്നു എന്നല്ല പറഞ്ഞ. ബോളിംഗ് സൈഡിനേക്കാൾ ബാറ്റിംഗ് സൈഡിലെ പെർഫോമൻസ് പതറ്റിക് ആയിരുന്നു. വിരാട് കോഹ്ലിക്കും സർവൈവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല 2 ഇന്നിംഗ്സുകളിലും. എന്തായാലും ലെറ്റ്സ് സീ. അപ്പോൾ ബോളിംഗ് സൈഡിലെ പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കേണ്ടതുണ്ട്. ഷമിയുടെ തിരിച്ചുവരവ് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഇന്റർനാഷണൽ സൈഡിൽ ഇത്രയും വലിയ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഷമി എങ്ങനെ ആയിരിക്കും നാഷണൽ സൈഡിലേക്ക് വരുമ്പോൾ പെർഫോം ചെയ്യുന്നത് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. SMAയിൽ നല്ല പെർഫോമൻസ് ആണ് താരം നടത്തുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് സീ. പിന്നെ എക്സ്പീരിയൻസ് ഒരു മാറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എല്ലാവരും പറയാനുള്ളൊരു കാര്യമാണ് സപ്പോർട്ടും അതോടൊപ്പം തന്നെ ക്ലാപ്പും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. സപ്പോർട്ട് വളരെയധികം ഈ ഒരു സമയത്ത് വളരെയധികം നെഗറ്റീവുകൾ ഒരുപാട് രോഹിത് ശർമ്മയ്ക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. ലെറ്റ് സപ്പോർട്ട് ചെയ്യും. ഇതിപ്പോൾ പറഞ്ഞിട്ട് വേറൊന്നും കാര്യമില്ല. ഈ ഒരു മൂന്ന് മത്സരത്തിലെ ആൾ തന്നെയായിരിക്കും ക്യാപ്റ്റൻ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സീരീസ് ഒരു ഡിസൈഡർ തന്നെയായിരിക്കും ആളുടെ കരിയറിൽ. ലെറ്റ് സീ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അവൻ്റെ ബൈ ബൈ ഗൈസ്.